ജീവിതങ്ങളെ കർത്താവ് സൗഖ്യമാക്കി. അനേക ജീവിതങ്ങൾക്ക് കർത്താവ് വിടുതൽ കൊടുത്തു. ഫിസിക്കലി ഇവിടെ അറ്റൻഡ് ചെയ്തവർക്കും ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്തവർക്കും കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുകയും വചനത്താൽ അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. വ്യക്തിപരമായി പരിചയമുള്ള പല വ്യക്തികളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മീറ്റിംഗിൽ പങ്കെടുത്ത വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മറ്റു ചില സ്ഥലങ്ങളിൽ നിന്നുള്ള പല പ്രിയപ്പെട്ടവരും അവർക്ക് ലഭിച്ച വിടുതലുകളുടെ സാക്ഷ്യങ്ങൾ പറയാൻ അവർക്ക് വലിയ സന്തോഷമായി. എന്നാൽ നമുക്ക് സമയങ്ങൾ വളരെ പരിമിതമായി മാത്രം ഉള്ളതിനാൽ അങ്ങനെ ഒരു സെഷനിലേക്ക് പോകാൻ നമുക്ക് സാധിച്ചില്ല. ഈ ശുശ്രൂഷയിലൂടെ സൗഖ്യമായവരുടെയും വിടുവിക്കപ്പെട്ടവരുടെയും എണ്ണം ചെറുതല്ല. അനേക ജീവിതങ്ങൾക്ക് ദൈവം കൊടുത്ത വിടുതലിനായി, സൗഖ്യത്തിനായി, ജീവിത രൂപാന്തരത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇവിടെ സന്നിധരായിരിക്കുന്ന മറ്റ് ദൈവദാസന്മാർ, എബിഎച്ച്എൻ ഉൾപ്പെടെയുള്ള ബഹുമാനരായ എല്ലാ കർത്തൃദാസന്മാർക്കും എൻ്റെ സ്നേഹാദരവുകളെ ഈ രാത്രിയിൽ ഞാൻ അറിയിക്കുകയാണ്. രണ്ട് വചനങ്ങൾ, രണ്ട് വാക്യങ്ങൾ ഇന്ന് രാത്രിത്തെ വചന ശുശ്രൂഷയ്ക്കായി വായിക്കുവാനും ആ ദൈവവചനത്തെ ശുശ്രൂഷിപ്പാനും ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37, 38, 39 വാക്യങ്ങൾ പ്രാരംഭത്തിൽ വായിക്കുന്നു. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും. ഒരു വാക്യം കൂടെ ചേർത്ത് വായിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം 28, 29, 30 വാക്യങ്ങൾ. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അവർ തിന്നും കുടിച്ചുകൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോതോം വിട്ട നാളിൽ ആകാശത്ത് തീയും ഗന്ധകവും പെയ്ത എല്ലാവരെയും കുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെ ആകും. രണ്ട് പ്രധാനപ്പെട്ട കാലഘട്ടങ്ങളെ യേശു കർത്താവിന്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വചനം തെളിവായി, അടയാളമായി പ്രസ്താവിച്ചിരിക്കുന്നു, അടിവരയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സുവിശേഷ യോഗം ഇന്ന് രാത്രി ഇവിടെ നടക്കുമ്പോൾ കഴിഞ്ഞ പകലിൽ സുവിശേഷത്തിന്റെ ശക്തി എന്തെന്ന് ഗുഡ് ഫ്രൈഡേ ദിവസത്തിൽ കേട്ടവർക്കായും അനുഭവിച്ചവർക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്താണ്? എല്ലാ സന്ദേശങ്ങളും എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? വിശുദ്ധ ബൈബിൾ, എൻറ്റയർ ബൈബിൾ, പൂർണ്ണമായും തിരുവെഴുത്തുകൾ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, വിശ്വാസ സ്നാനം കൈക്കൊണ്ടിരിക്കുന്നു, സഭയുടെ ഭാഗമായിരിക്കുന്നു, ആത്മീക ശുശ്രൂഷകളിൽ നമ്മൾ പങ്കാളിത്തം വഹിക്കുന്നു. നാളെ പകലിലും ഒരുപാട് ശുശ്രൂഷകർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. എന്തിനു വേണ്ടി? എന്താണ് സഭയോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രിയിൽ വായിച്ച വാക്യത്തിന്റെ പ്രാധാന്യത? അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. ക്രിസ്തു ഉയർത്തെങ്കിൽ ഇതാർത്ഥമുള്ളതാണ്, ഇത് വ്യർത്ഥമല്ല. നാളെ പകലിൽ ലോകത്തിലെ എല്ലാ കലണ്ടറിലും ഉയർപ്പിന്റെ, ഈസ്റ്ററിന്റെ ദിവസം അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഈ ലോകത്തിൽ ഒരുപാട് മഹാന്മാർ ജനിച്ചു, ജീവിച്ചു, മരിച്ചു. എന്നാൽ ചിലർ മരിച്ചു എന്ന് പറയുന്നില്ല. ചിലർ സമാധിയായി, ചിലർ മരണപ്പെട്ടു,
ചിലർ നിര്യാതരായി, ചിലർ കൊല്ലപ്പെട്ടു. എന്നാൽ ഈ നിര്യാതരായവർ, സമാധിയായവർ, മരിച്ചവർ, അവരുടെ മരണത്തോടുകൂടെ അവരുടെ ചരിത്രം അവസാനിക്കപ്പെടുകയാണ്. എന്നാൽ കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് വീട്ടിൽ കിടക്കുന്ന എന്തു ഞാൻ